അസ്സലാമു അലൈക്കും. അപ്പം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും റാഹത്തല്ല? അൽഹംദുലില്ലാ, നമുക്കിവിടെ റാഹത്താണ്. അപ്പം ഇന്നത്തെ വീഡിയോ സോയാബീൻ പൊരിക്കാൻ അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോക്കി. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ പുതിയ ആൾക്കാർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എടുത്ത് ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ നമ്മൾ പുതിയ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ മീൻകറിയുടെ റെസിപ്പി മാത്രമായിട്ട് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇൻഷാ അള്ളാ ഉണ്ടാക്കുമ്പോൾ ഇടുന്നുണ്ട്. ഞാൻ ഒരുപാട് മീൻകറി വെച്ചിട്ട് ഈ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പതിവ് പോലെ നമ്മൾ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് കുറച്ച് തണുപ്പൊക്കെ ആയതുകൊണ്ട് ഞാൻ ലേശം വെള്ളം ചൂടാക്കി കൊടുക്കുകയാണ് മോനൂന് കുളിച്ചാൻ. അതിൻ്റെ ശേഷം നമുക്ക് തെരണ്ടിയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തെരണ്ടി ആദ്യം തന്നെ സുർക്കയിൽ ഇട്ട് വെക്കട്ടെ. തെരണ്ടി സ്രാവൊന്നും അധികം ആളും തിന്നൂല കേട്ടോ. എനിക്കും ഇഷ്ടമില്ല. അപ്പം ഞാൻ എങ്ങനെയായാലും തിന്നലുണ്ട്. ഇത് സുർക്ക പാർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചൊയയും ചൂരൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് അരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സോയാബീൻ കണ്ടറിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അത്രയും ടേസ്റ്റാണ്. വെറുതെ പറയല്ല, ഏത് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഇഷ്ടപ്പെട്ടു. നമ്മൾ ചിക്കനൊക്കെ പൊരിക്കണമായി തന്നെയാണ് ഇത് പൊരിക്കണത്. അപ്പം ഞാൻ അത് ആദ്യം ലേശം വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതെന്തിനാ ചോദിച്ചാൽ സോയാബീനൊന്ന് ഈ വെള്ളത്തിലിട്ടുകൊണ്ട് തിളപ്പിച്ചെടുക്കണം. എന്താ ചോദിച്ചാൽ ഈ സോയാബീൻ്റെ ചൊയ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതിൽ ഞാൻ ലേശം ഉപ്പ് ഇട്ട് കൊടുത്തു. എന്നിട്ട് സോയാബീൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സോയാബീൻ അതിൽ കടന്നൊന്നിട്ട് തിളക്കട്ടെ കേട്ടോ. നല്ലോണം വേവാൻ പാടില്ല. നമ്മൾ തിളക്കുന്നത് എടുത്ത് നിന്ന് നോക്കണം. കാരണം നല്ല വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച മാതിരി ആവില്ല. വെന്താൽ ഇത് ചിലപ്പോൾ ഒന്നുകൊണ്ട് വേറിടും. അങ്ങനെ ഞാൻ വെന്തതിൻ്റെ ശേഷം അതിൽ പച്ചവെള്ളം പാർന്നു ചുടുവെള്ളം മാറ്റിയിട്ട് പച്ചവെള്ളം ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ചൂടാണ്. അപ്പോൾ അത് അവിടെ തന്നെ കൊണ്ടുപോയി വെക്കട്ടെ, ബാക്കിയുള്ള പരിപാടി ചെയ്യട്ടെ. ഒരുപാട് നേരം പിടിക്കൂട്ടതിന്. അപ്പോൾ അത് വേണ്ടല്ലോ വെച്ചിട്ട് ഇടക്കും തലക്കും നമുക്ക് അതിൻ്റെ വെള്ളം ഇങ്ങനെ മാറ്റി കൊടുക്കുക. ഒരു വെള്ളത്തിൽ നിന്ന് പീഞ്ഞുങ്ങാണ്ട് വേറൊരു വെള്ളത്തിൽ കൊടുക്കുക. അങ്ങനെ 2-3 വട്ടം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഞാൻ ചട്ടി ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി മീൻകറി ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ്. അപ്പോൾ ലേശം വെളിച്ചെണ്ണ ഒറ്റിച്ച് കൊടുത്തു. എന്നിട്ട് വലിയ ജീരകം ഇട്ട് കൊടുക്കുക കേട്ടോ. ഉലുവ വേണമെന്നുണ്ടെങ്കിൽ ഇട്ടുകൊണ്ടു. ഉലുവയുടെ ചൊയ നമുക്ക് ഇവിടെ ഇഷ്ടമില്ല. അപ്പം ഞാൻ ഉലുവ ഇട്ട് കൊടുത്തിട്ടില്ല. വലിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മൂത്ത് വന്നപ്പോൾ ലേശം വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുത്തു. ലേശം വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമുക്ക് ഇനി മസാലകൾ ആദ്യം ഇടാം. 2 സ്പൂൺ മുളകും പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എണ്ണയിൽ നല്ലോണം വാട്ടിയെടുക്കുക കേട്ടോ. അതിൻ്റെ ശേഷം നമുക്ക് തക്കാളി ഇടാം. ഞാൻ വെല്ലുള്ളിയും ചെറുള്ളിയും ഒന്നും ഇതിൽ ചേർക്കണില്ല. ഇനി അങ്ങനെ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഉള്ളിയൊക്കെ നല്ല വാടി കിട്ടണം. അങ്ങനെ മസാല നല്ല എണ്ണയിൽ ഇതായി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഞാൻ 3 വലിയ തക്കാളി തന്നെ നോക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളി ഒന്ന് ആ മസാലയിൽ വാട്ടിയെടുത്തതിൻ്റെ ശേഷം ലേശം ഉപ്പ് ഇട്ട് കൊടുത്ത് വെള്ളം പാർന്നു കൊടുത്ത് അടച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ ശേഷം ഞാൻ ഇന്നലത്തെ മാവ് ലേശം ബാക്കിയുണ്ട്. ഷാലൂനും മോനൂനും കൊടുക്കാനുള്ളതുണ്ട്. അപ്പോൾ മോന് വരാനായിട്ടുണ്ടേനു. അപ്പോൾ ആദ്യം ദോശ ചുട്ട് വെക്കട്ടെ വെച്ചിട്ടാണ്. പിന്നെ ഞമ്മക്ക് എന്തെങ്കിലും ഔലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ തിന്ന റസ്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴത്തേനും ഓൽക്ക് ചുട്ട് കൊടുക്കാനുള്ള പുറപ്പാടാണ്. അങ്ങനെ ദോശ ഇവിടെ ചുടുന്നുണ്ട് കേട്ടോ. ഇടക്കും തലക്കും ഇതും ചുടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ അല്ലറ ചില്ലറ പരിപാടി എടുക്കുന്നുണ്ട്. അങ്ങനെ ദോശ ചുടൽ ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് തക്കാളി നുറുക്കി അടുപ്പത്ത് വെച്ചിരുന്നു. അതൊന്ന് തുറന്ന് നോക്കുക. അപ്പം നല്ല തക്കാളി ഉടക്കാൻ വേണ്ടിക്കാണ് ഞാൻ ഇതെടുത്തുകൊണ്ട് നല്ല ഉടക്കാണ് കേട്ടോ. ഒരുപാട് സമയം വെയിറ്റ് ചെയ്യാൻ വയ്യ. കാരണം ദോശയ്ക്ക് ചിലപ്പം കറി വേണ്ടി വരും. അപ്പോൾ എളുപ്പം പരിപാടി നോക്കുകയാണ്. അങ്ങനെ ഇത് വെന്തതിന് ശേഷം 1/2 മണിക്കൂറോളം ഞാൻ തെരണ്ടി വെള്ളത്തിലിട്ടിന്. സുർക്കയുടെ വെള്ളത്തിലാട്ടിന്. അതിക്ക് ലേശം ഉപ്പിട്ടിട്ട് ഇതൊന്ന് കഴുകിയിട്ട് ഇനി ഞാനിത് എടുത്തതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് കാണിച്ചു തരാം. അതാണ് നമ്മളെ ഈ തെരണ്ടി ആയാലും സ്രാവായാലും ഒരു ചൊയയും വരുന്നത്. ആ ചൊയ കൊണ്ടാണ് ആരും തിന്നാത്തത്. കണ്ടില്ല നിങ്ങൾ, ഇങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാൻ ആ വെള്ളം ഇവിടെ സിങ്കിൽ ഒഴിക്കണത് ശരിയല്ല വെച്ചിട്ട് അവിടെ നിന്ന് കൊണ്ടുപോയി. അപ്പോൾ തെരണ്ടിയൊക്കെ നല്ല സൂപ്പറായി കഴുകി എടുത്തതിൻ്റെ ശേഷം ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ലേശം പുളി പാർന്നു കൊടുക്കുക കേട്ടോ. മീനിൻ്റെ മസാലയ്ക്ക് പുളി പാർന്നിട്ടില്ല. ഞാൻ അങ്ങനെ തീ ഓഫാക്കിങ്ങാണ്ട് മീനൊന്ന് കഴുകിയെടുക്കാൻ പോയതാണ്. അപ്പോൾ ഉപ്പൊക്കെ ഇട്ടെടുത്ത് ഒന്നും പാടെ അടച്ച് കൊടുക്കട്ടെ. അതിങ്ങനെ ശരിയാവട്ടെ. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ലേശം ചെറുള്ളിയും ചുവന്നുള്ളിയൊക്കെ നന്നാക്കാനുണ്ട്. അപ്പോൾ അത് ചെയ്യട്ടെ കേട്ടോ. എന്നിട്ട് വേണം ബാക്കിയുള്ള പരിപാടി ചെയ്യാൻ. അത് കഴിഞ്ഞ് വന്നപ്പത്തിന് നമ്മളുടെ മീനിൻ്റെ ഇതൊക്കെ നല്ല തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതിൽ ലേശം മീൻ ഇട്ട് കൊടുക്കട്ടെ. തെരണ്ടി ഒന്നായിട്ടെടുത്ത് സുർക്ക വെള്ളത്തിൽ ഇട്ടിരിക്കായിരുന്നു. എന്താ വെച്ചാൽ ഇനി ലേശം ഫ്രിഡ്ജിൽ മാറ്റി വെക്കണം. അപ്പം 4 ലേശം സുർക്ക ഒഴിച്ചാണല്ലോ. അപ്പോൾ കഴുകിങ്ങാണ്ട് നേരാക്കി
ഫ്രിഡ്ജിൽ വെച്ചാൽ നാളെ നീ സുർക്ക കളയേണ്ട ആവശ്യമില്ലല്ലോ വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ അവിടെ മീൻകറി തിളക്കുന്നുണ്ട്, ചോറിന് വെള്ളം നല്ലോണം തിളച്ചിക്കണം. അപ്പം അതിനൊരു ഒപ്പം വെള്ളം മുക്കിയിട്ടുണ്ട്. അതെന്തിനാണെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് എയർ ഫ്രഷ് കുടിക്കാനുണ്ട്. അങ്ങനെ മീൻകറി ഏകദേശം ആയിട്ടുണ്ട്. ഒന്നും ഇങ്ങോട്ട് കുറച്ച് വറ്റിക്കോട്ടെ വെച്ചിട്ടാണ്. തെരണ്ടി ആണെങ്കിൽ ചെറുതാക്കി നുറുക്കിക്കാണ്ടോ. അപ്പം ഒന്ന് തെരണ്ടി പൊരിക്കും വേണം കേട്ടോ. കറിയും വെക്കുന്നുണ്ട്, പൊരിക്കുന്നുണ്ട്. അപ്പം തേങ്ങ അരച്ച് വെക്കണ്ടെന്ന് ബാബു പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യാം. അങ്ങനെ വന്നപ്പോഴത്തേന് എന്താ നമ്മളെ സോയാബീൻ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. 2-3 വട്ടത്തിൻ്റെ ഇടയിൽ കൂടെ പോയിങ്ങാണ്ട് സോയാബീൻ വെള്ളം മാറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 3-മത്തെ വട്ടം ഈ വെള്ളത്തിലിട്ട് ഇങ്ങോട്ട് വീതനമൊക്കെ കൊടുന്ന് വെച്ചിരിക്കണം. അപ്പം നിങ്ങൾ കണ്ടോട്ടെ വെച്ചിട്ട് അതിൽ നിന്ന് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ. പിഴിഞ്ഞില്ലെങ്കിൽ ഇത് നല്ല വെള്ളം ഉണ്ടാവും. അപ്പം നമ്മൾ മസാല കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങാണ്ട് മസാലയൊക്കെ സോയാബീന്ന് പോവും. അങ്ങനെ വെള്ളത്തിൻ്റെ കളറ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനിയൊരു ചൊയയും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഞാനിതാ സോയാബീൻ മസാല കൂട്ടാൻ പോവാണ്. 2 സ്പൂണ് മുളകും പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1 സ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ മസാലയൊക്കെ പാകത്തിന് ഇടട്ടെ. എരി എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് നമ്മൾ മുളകും പൊടി ഇടുക. ഇതിൽ പിന്നെ മുളകും പൊടി എത്ര ഇട്ടാലും എരി സോയാബീനിൽ പൊടിച്ച് കിട്ടും. പിന്നെ കുരുമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയും ചെറിയ ജീരകത്തിൻ്റെ പൊടി നിർബന്ധമായിട്ടും കൂട്ടട്ടെ, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് ഇങ്ങോട്ട് കിട്ടുള്ളൂ. പിന്നെ 2 സ്പൂണ് കോൺഫ്ലവർ പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ലേശം ചെറുനാരങ്ങയുടെ നീര് വേണം. അപ്പോൾ ചെറുനാരങ്ങയുടെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് പിഴിഞ്ഞ് കൊടുക്കട്ടെ. ഇനി ചെറുനാരങ്ങ ഇല്ലെങ്കിൽ എന്നിട്ട് ലേശം സുർക്ക പാർന്ന് കൊടുക്കുക. തോനാവരുത്, ലേശം സുർക്ക പാരുക. തൈര് ഉണ്ടെങ്കിൽ തൈരും കൂട്ടോ, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞാനിത് ഒരു കയ്യിൽ തൈരും പാടെടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം കൂട്ടാതെ ഈ തൈരിലാണ് മസാല ശരിയാക്കി എടുക്കുന്നത്. ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ, ലേശം കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുക്കണം. കാശ്മീർ മുളക് പൊടി ഇല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും. ഞാനൊരു കളറ് കിട്ടിക്കോട്ടെ വെച്ചിട്ടാണ് കാശ്മീർ മുളക് പൊടി ചേർക്കുന്നത് കേട്ടോ. അപ്പം നല്ല കുഴച്ചതിൻ്റെ ശേഷം നമുക്ക് ഇനി സോയാബീൻ ഇതിലിടണം കേട്ടോ. നല്ല മസാല ഉണ്ട്, നല്ല എരിവുണ്ട്. കുരുമുളകും വലിയ ജീരകവും ചെറിയ ജീരകവും 2 ജീരകവും ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് നല്ല മസാല പിടിച്ചാൻ വേണ്ടി നല്ല കൈ കൊണ്ട് ഇളക്കിയതിൻ്റെ ശേഷം ഒരു 10 മിനിറ്റെങ്കിലും നമ്മളിത് അടച്ച് വെക്കുക. അതിലൊന്ന് മസാല പിടിച്ചോട്ടെ. കാരണം നല്ല വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മസാല വിചാരിച്ച മാതിരി നമ്മൾ സോയാബീനിൽ കിട്ടൂല. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ അത് അവിടെ അടച്ച് വെച്ചിട്ട് മീൻ മസാല കൂട്ടുകയാണ്. മീനിക്ക് പിന്നെ പ്രത്യേകിച്ചൊന്നും കൂട്ടുന്നില്ല. മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ലേശം ഇഞ്ചിയും പച്ചമുളകൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. ലേശം കുരുമുളകും പൊടിയും ചേർക്കുക കേട്ടോ. ലേശം എരി കമ്മിയാക്കിയിട്ടുണ്ട്. ഇന്നലെ മീൻ പൊരിച്ചിട്ട് അതിൽ എരി കൂടുതലാണ് എന്ന് പറഞ്ഞു ബാബു കേട്ടോ. ബാബു ഒന്നും അങ്ങനെ പറയലില്ല. ഇന്നലെ കുരുമുളക് കുറച്ച് ഓവറായി എന്ന് തോന്നുന്നു. അപ്പോൾ മീൻ മസാല കൂട്ടൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ഇതട്ടോ, ലേശം മീൻ ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. ഒരുപാട് പൊരിച്ചൂല, കാരണം എല്ലാതും മീൻ ആരും തിന്നൂല കേട്ടോ. കുറച്ച് തിന്നും, പിന്നെ അധികം തിന്നാൻ ബാബുള്ളൂ. കുട്ടികളും ഞാനൊന്നും അങ്ങനെ തിന്നൂല. അങ്ങനെ നമ്മളെ മീൻ കറിയുടെ കളർ കണ്ടില്ല നിങ്ങൾ. അങ്ങനെ മീൻ കറി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാങ്ങി വെച്ചതിൻ്റെ ശേഷം നമുക്ക് സോയാബീൻ പൊരിക്കട്ടോ. അങ്ങനെ ഓരോരോ പരിപാടി ഇങ്ങനെ നോക്കാം. ഇനിയിപ്പോൾ മോനൂന് അപ്പത്തേക്ക് കൊടുക്കാൻ മീൻ കറി ഉണ്ടല്ലോ. ചിലപ്പോൾ ഒന്നും മീൻ കറി കൂട്ടൂല, ചിലപ്പോൾ എന്താ പറയുക പഞ്ചാര മതി എന്നറിയട്ടോ. അതൊക്കെ ഓരോ തോന്നലാണ്. അങ്ങനെ ഞാൻ തെരണ്ടി പൊരിക്കാൻ അടുപ്പത്ത് വെച്ചതിൻ്റെ ശേഷം പാത്രം ഒന്നുകൊണ്ട് മോറി എടുക്കട്ടെ. പാത്രം മോറലും പാടെ കഴിഞ്ഞിട്ട് ആ പരിപാടിക്ക് നിൽക്കാലോചിച്ചിട്ടാണ് കേട്ടോ. പാത്രം കുറച്ചീച്ച ആകുമ്പോൾ മോറി കിട്ടിയാൽ പിന്നെ സിങ്ക് നിറയില്ലല്ലോ. സിങ്ക് നിറഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏത് പാത്രം മോറുണ്ട് എന്താണെന്നൊന്നും അറിയില്ല. ഒരുപാട് സ്ഥലം ഉണ്ടെങ്കിൽ പിന്നെ തെറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ടിട്ട് നമുക്ക് മോറാം. അടുക്കള നല്ല സൗകര്യം വേണം. അടുക്കളയിൽ വലിയ സൗകര്യമൊന്നുമില്ല. അൽഹംദുലില്ലാ റാഹത്താണ്. ഇതുമില്ലാത്ത എത്ര മനുഷ്യന്മാരുണ്ടാവില്ലേ. അപ്പോൾ ഏകദേശം പാത്രം മോറലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കൗത്തൽ ഇപ്പം തന്നെ ഒന്നും കൗത്തൂല. ഇതിലിങ്ങനെ മൂറി വെക്കും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം വെള്ളമൊക്കെ വാർന്നിട്ടേ സ്റ്റാൻഡിക്ക് ഇതാവുള്ളൂ. കാരണം നമ്മൾ ഈ പാത്രം കഴുകിയേ ഉടനെ തന്നെ നമ്മൾ അത് കൗത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെ പാത്രം വെക്കണ സ്റ്റാൻഡ് എളുപ്പം കഴുകാനാവും. പാത്രം കഴുകൽ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ചോറ് വെന്തിട്ടുണ്ട്. ചോറ് വാർക്കാൻ വെക്കട്ടെ. അപ്പോൾ ചോറ് അങ്ങോട്ട് മാങ്ങി വെച്ചിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ലേശം എണ്ണ ഒഴിച്ച് വെച്ചാൽ ചോറ് വാർക്കാൻ വെക്കുമ്പോഴത്തേന് ആ എണ്ണ നല്ലോണം ഒന്ന് ചൂടായിക്കോട്ടെ വെച്ചിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഇവിടെയും വന്ന് ഇങ്ങനെ കാത്ത് നിൽക്കേണ്ടി വരും. അങ്ങനെ ഞാനിത് ആ എണ്ണയൊക്കെ നല്ല ചൂടായതിൻ്റെ ശേഷം സോയാബീൻ്റെ പാത്രം തുറന്നു നോക്കുക. അപ്പോൾ 2 സോയാബീൻ ഞാൻ അവിടുന്ന് പാത്രത്തിൽ നിന്ന് കിട്ടിയിരുന്നു. അത് മസാല കൂട്ടാൻ മറന്നു കേട്ടോ. അപ്പോൾ അത് അതിക്ക് എടുത്തിട്ടതാണ്. അങ്ങനെ നമ്മൾ ഒന്നായിട്ട് കട്ട കുത്തിയിടരുത്. എണ്ണയ്ക്ക് ഇടുമ്പോൾ എണ്ണ നല്ലോണം ചൂടായതിൻ്റെ ശേഷം വേറിട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം തീ നല്ലോണം കുറച്ച് വെക്കണം. കാരണം സോയാബീൻ ഒന്ന് വെന്തതാണ്. പിന്നെ വല്ലാതെ വേവാനൊന്നും ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് വേവാനേ ഉണ്ടാവുള്ളൂ. എന്നാലും കളറൊന്ന് മാറും കിട്ടണം. അതുപോലെ സോയാബീനൊന്ന് മുരിഞ്ഞിട്ടും കിട്ടണം, എന്നാലാണ് ടേസ്റ്റ്. അങ്ങനെ മോനൂന് ആദ്യം ഇങ്ങോട്ട് ആക്കി കൊടുക്കട്ടെ, എന്നിട്ട് ബാക്കിയുള്ള പരിപാടി ഇങ്ങനെ ചെയ്യാലോചിച്ചിട്ടാണ് കേട്ടോ.
അങ്ങനെ അതൊന്ന് ഇപ്പം വെളിച്ചെണ്ണ കൊറ്റിച്ചെണ്ണ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കിയതിൻ്റെ ശേഷം വേറൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കണം വെച്ചിട്ടായിരുന്നു. അപ്പോഴല്ലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് വലിയ ഒരുപാട് പുസ്തകം ഉണ്ട്, നിങ്ങൾ ചോറ്റിൽ തന്നെ ഇട്ടളി എന്ന് പറഞ്ഞിട്ട് ചോറ്റിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. സോയാബീൻ നല്ലൊരു മണം വരുന്നത്, എന്തോ ഒരു മണമാണ് വെച്ചിട്ടാണ്. ചെറിയ ജീരകവും വലിയ ജീരകവും അതുപോലെ കുരുമുളകും വെളുത്തുള്ളി നല്ല ഇഞ്ചി നല്ല പേസ്റ്റ് ആക്കിയാണ്ട് ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല, കാരണം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ പെട്ടിട്ടുണ്ട്, പക്ഷേ എഡിറ്റ് ചെയ്യുമ്പോൾ ചില ഭാഗങ്ങളൊക്കെ കട്ടാക്കിയിട്ടുണ്ട്, അതിൽ പെട്ടിക്കുക തോന്നുന്നു. അപ്പോൾ നിങ്ങൾ അതും ചേർത്ത് കൊടുക്കട്ടെ, നല്ല പേസ്റ്റ് ആക്കണം കേട്ടോ. അതിൻ്റെ ശേഷമാണ് നമ്മൾ സോയാബീനിൽ കൂട്ടാൻ പറ്റുള്ളൂ. ഇനി ഇഞ്ചി കൂട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ഇഞ്ചി കൂട്ടിയാൽ ചിലപ്പം ചട്ടിയുടെ അടിയിൽ പിടിക്കാലരുതുണ്ട്. അപ്പം നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാകുമ്പോൾ പിന്നെ അടിയിൽ പിടിക്കൂലല്ലോ. അങ്ങനെ ഇതാ നമ്മളെ സോയാബീനൊക്കെ ഏകദേശം പൊരി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി എങ്ങനെ ആയാലും ഈ ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കട്ടെ, ചൂടോടുക്കനെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ഉച്ചക്ക് തിന്നുമ്പോൾ ചിലപ്പോൾ ഈ ചൂടിൻ്റെ ചോറും ഈ സോയാബീൻ പൊരിച്ചതൊക്കെ ആകുമ്പോൾ അത് തണുത്ത് കിട്ടും. എന്തായാലും വേണ്ടില്ല, സ്കൂളിട്ട് വന്നപ്പോൾ മോന് പറഞ്ഞു നല്ല രസമുണ്ടായിരുന്നു, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു സന്തോഷമായിട്ടോ. അല്ലെങ്കിൽ നമുക്കൊരു ഇതാണ്, ഇത് വേറെ പാത്രത്തിലിട്ടിട്ട് നല്ലപോലെ തിന്നാം. കുട്ടി വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ ചോറ്റും പാത്രമൊക്കെ തുടച്ച് വൃത്തിയാക്കി കൊടുക്കുകയാണ്. എങ്ങനെയായാലും നമ്മൾ ഇന്നലത്തെ വീഡിയോ ആണ് ഇന്ന് നിങ്ങളെ മുന്നിൽ എത്തിക്കുള്ളൂ. അപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ചട്ടിയിൽ 2 പച്ചമുളകും വേപ്പിൻ്റെ ഇലയും പാടം അങ്ങോട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സോയാബീൻ്റെ ഒപ്പം കടിച്ച് തിന്നാനാണ്. ചിക്കൻ പൊരിച്ചാലും നമ്മൾ ഇതുപോലെ പച്ചമുളകൊക്കെ പൊരിച്ചങ്ങാണ്ട് അതിൻ്റെ ഒപ്പം കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുമല്ലോ. അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ സോയാബീൻ പൊരിച്ചതൊന്ന് കണ്ടു നോക്കിയിട്ട് കണ്ടില്ല, ഇങ്ങനെ അടിപൊളിയാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കിയിട്ട് കമൻറ്റ് എഴുതാം കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയാലല്ലേ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി കട്ടൻ ചായൻ്റെ ഒപ്പം തിന്നാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഏകദേശം വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിനി ഇതൊക്കെ പാട് വീതനമ്മ ശരിയാക്കി വെച്ചിട്ട് ഒന്ന് കാണിച്ച് തരാം ഇന്നത്തെ വിഭവങ്ങളൊക്കെ പാട്. അപ്പം ഇന്നത്തെ വിഭവങ്ങൾ ഇതാ, സോയാബീൻ പൊരിച്ചതുണ്ട്, ദോശ ഉണ്ട്, ഒരു ദോശ ബാക്കിയായിട്ടുണ്ട്, മീൻ പൊരിച്ചതുണ്ട്, മീൻകറി അയക്കണ്, ചോറ് അയക്കണ് കേട്ടോ. ഷാലു എത്തിയിട്ടില്ല, ഷാലു വന്നിട്ട് നമുക്ക് എങ്ങനെയായാലും ചായ കുടിക്കാലോ വെച്ചിട്ടാണ്. അപ്പോൾ എന്നും പറയണ മാതിരി വീഡിയോ കണ്ടിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ട. എല്ലാവരോടും അസ്സലാമു അലൈക്കും.